നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണോ? സത്യത്തിൽ ഒരു തവണയെങ്കിലും തൻ്റെ ജീവിതത്തിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. സൈക്കോളജി ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. വൈ വി പുട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. പ്രധാനപ്പെട്ട ജോലികൾ അഥവാ ഷെഡ്യൂൾസ് നമ്മൾ മാറ്റിവെക്കുന്ന ശീലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയം പ്രസക്തമാകുന്നത്. ഇതൊരു കോമൺ സ്ട്രഗിളാണ്. അതായത് എല്ലാ പ്രായക്കാരിലും കൂടാതെ എല്ലാ ബാക്ക്ഗ്രൗണ്ട്സിലുമുള്ള പീപ്പിൾസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആകുന്നു പ്രൊക്രാസ്റ്റിനേഷൻ. രണ്ടാമതായി, ഇതിന് ചില നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്. സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, അതുകൂടാതെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ ഇത് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. മൂന്നാമതായിട്ട്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെയധികം ആളുകൾ തൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതും പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യുന്നതിനുമുള്ള സ്ട്രാറ്റജീസ് സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? അത് നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കുമോ ഇല്ലയോ? എന്തൊക്കെയാണ് പ്രൊക്രാസ്റ്റിനേഷനുള്ള കാരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഓരോന്നായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് ചെയ്യാം എന്ന മനോഭാവത്തോടെ ഒരു ജോലി ചെയ്യാൻ വൈകിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇതിൻ്റെ പ്രധാന സ്വഭാവങ്ങൾ ഇവയൊക്കെയാണ്. ഡിലേയിങ് അഥവാ വൈകിപ്പിക്കൽ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പിന്നീടത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അടുത്തതായി, കോൺസിക്വൻസസ് അറിയാം എന്നതാണ്. അതായത് വൈകിപ്പിക്കലിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരു നല്ല അവബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇൻറ്റൻഷനോടുകൂടി ഒഴിവാക്കൽ എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുന്നത് ഉദ്ദേശപൂർവ്വം നിരന്തരമായി ഒഴിവാക്കുക. ഇനി നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനുള്ള ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ആണ്. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയത്തോടുള്ള ഭയം. പെർഫെക്ഷനിസം, പൂർണ്ണതയെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹം. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, പ്രചോദനത്തിൻ്റെ അഭാവം. ഓവർവെൽം, അമിതമായ ഭാരം എന്നുവെച്ചാൽ ഭാരിച്ച ജോലികൾ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ലോ സെൽഫ് എസ്റ്റീം, വിച്ച് മീൻസ് വൺസ് ഫീലിംഗ് ഓഫ് ലോ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ്. അവനവനുള്ള സ്വയം ബഹുമാനം കുറയൽ. ഇവയൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി രണ്ടാമതായി നമുക്ക് പറയാൻ കഴിയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധ തിരിച്ചുവിടുന്ന ഘടകങ്ങൾ. കൂടാതെ അൺഓർഗനൈസ്ഡ് വർക്ക് സ്പേസ്, അസംഘടിതമായ ജോലിസ്ഥലം. ലാക്ക് ഓഫ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, സമയം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിൻ്റെ അഭാവം. ഇതിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ. അവസാനമായി, സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ്, ധാരാളം ക്ഷോഭമുള്ള പരിസ്ഥിതി. ഉദാഹരണത്തിന് നോയ്സ് പൊല്യൂഷൻസ്, വഴക്കുകൂടുക തുടങ്ങിയവയൊക്കെയാണ് അവ. ഇനിയുള്ളത് ബിഹേവിയറൽ ഫാക്ടേഴ്സാണ്. ഇതിൽ പ്രധാനമായും അവോയ്ഡൻസ്, ഒഴിവാക്കൽ. ഇൻഡിസിസീവ്നെസ്, അനിശ്ചിതത്വം. എക്സ്ഹോഷൻ, ക്ഷീണം വന്നാൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യില്ലേ, അതുതന്നെയാണ്. ഓൾ ഓർ നത്തിങ് തിങ്കിങ്, എല്ലാം അല്ലെങ്കിൽ ഒന്നും എന്ന ചിന്താഗതി. ഇവിടെ ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയെല്ലാം പ്രൊക്രാസ്റ്റിനേഷന് സാധ്യതയുണ്ട് എന്നതാണ് വാസ്തവം. ഇനി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് നെഗറ്റീവ് ഇമോഷൻസ് എന്നുള്ളതാണ്. നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഗിൽറ്റ്, ഷെയിം, ഫ്രസ്ട്രേഷൻ എന്നിവയൊക്കെ നമ്മെ ബാധിക്കാനിടയുണ്ട്. രണ്ടാമതായിട്ട് ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്നതാണ്. ഇതിൽ നമ്മുടെ ടാസ്ക് കംപ്ലീഷന് ഗണ്യമായ തടസ്സം വരുത്തുന്നു എന്നതാണ്. ധാരാളം സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഇത് ബാധിക്കുന്നു. കൂടാതെ റെഡ്യൂസ്ഡ് ക്വാളിറ്റി ഓഫ് വർക്ക്, തിരക്കിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ജോലികൾ ഗുണനിലവാരം കുറഞ്ഞതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
മൂന്നാമത്തെ ദോഷമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് വഴി അവസരങ്ങൾ നഷ്ടപ്പെടാം. ഉദാഹരണത്തിന് ജോലി വാഗ്ദാനങ്ങൾ, പ്രൊമോഷനുകൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങിയവ. കൂടാതെ നീട്ടിവെക്കൽ കാരണം ജോലിയിലുള്ള തൃപ്തി കുറയുന്നു. അതോടൊപ്പം നമുക്ക് പറയാം തൻ്റെ കരിയർ വളർച്ച ബുദ്ധിമുട്ടേറുന്നു എന്നും. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബന്ധങ്ങളെ സ്ട്രെയിൻഡ് ആക്കുകയും തൽഫലമായി കുറ്റബോധം, അസ്വസ്ഥത അല്ലെങ്കിൽ അവിശ്വാസം, മിസ്ട്രസ്റ്റ് എന്നിവയൊക്കെ ബന്ധങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് എന്തൊക്കെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. 1. ബ്രേക്ക് ഡൗൺ ടാസ്ക്. 2. ടൈം മാനേജ്മെൻറ്റ്. 3. ക്രിയേറ്റിംഗ് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്. ആൻഡ് ഫൈനലി അഡ്രസ്സിംഗ് അണ്ടർലൈങ് ഇഷ്യൂസ്. എന്തൊക്കെയാണ് നമുക്ക് ടാസ്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ്? ബൈ ബ്രേക്കിംഗ് ലാർജ് ടാസ്ക്സ് ഇൻടു സ്മോളർ ഇറ്റ് ബിക്കംസ് മോർ മാനേജബിൾ സ്റ്റെപ്സ്. കേട്ടിട്ടില്ലേ പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ? ഇനി ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രമുഖമായ പോമഡോറോ ടെക്നിക്കുകളോ ടൈം ബ്ലോക്കിങ്ങോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റിംഗ് കണ്ടിന്യൂസീവ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് തികച്ചും ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ അഥവാ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഓഫൻ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രൊക്രാസ്റ്റിനേഷൻ. By addressing these underlying issues, individuals can effectively overcome this problem. നമ്മുടെ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുന്നത് വഴിയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നത് വഴിയും പരാജയത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളെ ചലഞ്ച് ചെയ്യുന്നത് വഴിയും പ്രധാന വില്ലനായ ഫിയർ ഓഫ് ഫെയിലിയറിനെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതാണ്. പെർഫെക്ഷനിസത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഇംപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതും. അതുകൂടാതെ പ്രാക്ടീസിങ് സെൽഫ് കമ്പാഷൻ, സ്വയം നമ്മൾ നമ്മോട് തന്നെ കരുണ കാണിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഇവയൊക്കെ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അതോടൊപ്പം ആവശ്യമുള്ളവ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുന്നതിനുമായി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.